പേരാമ്പ്ര ചെറുവണ്ണൂർ കക്കറമുക്ക് റോഡിൽ വെള്ളിയാഴ്ച രാത്രി ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി 7 മാസം ഗർഭിണിയായ യുവതി മരിച്ച സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് യുവതിയുടെ ബന്ധുക്കളും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ചെറുവണ്ണൂർ കക്കറമുക്ക് പൂവത്തുംചാലിൽ രജിൻലാലിന്റെ ഭാര്യ സോനയാണ് തീപിടുത്തത്തിൽ വെന്തു മരിച്ചത്. ഗർഭിണിയായ സോനയെ ആശുപത്രിയിൽ കാണിച്ച് തിരികെ വരുന്നതിനിടയിലായിരുന്നു അപകടം. കാറോടിച്ച ഭർത്താവ് രജിൻലാലിന് തീപിടുത്തമുണ്ടായ ഉടനെ കാറിന്റെ വാതിൽ തുറന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞെങ്കിലും പിൻസീറ്റിൽ കിടക്കുകയായിരുന്ന സോന വാതിൽ ലോക്കായതിനാൽ ഉള്ളിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. കാറിന്റെ ഉൾവശം പൂർണ്ണമായും കത്തിയിരുന്നു. പിൻസീറ്റും മുൻഭാഗവും കത്തിയമർന്നു. എന്നാൽ ബോണറ്റിലേക്ക് തീ പടർന്നിട്ടില്ല. ജില്ലാ ഫോറൻസിക് വിഭാഗത്തിന്റെ പ്രാഥമിക പരിശോധനയിൽ കാറിന്റെ പിൻഭാഗത്തു നിന്നുമാണ് തീ പടർന്നത് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ അതിനുള്ള കാരണം ഇതുവരെയും കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. സ്വാഭാവികമായ തീപിടുത്തമാണെങ്കിൽ മുൻവശത്തു നിന്നുമാണ് തീ പടരേണ്ടിയിരുന്നത്. ഇതാണ് കൂടുതൽ സംശയത്തിന് ഇടവരുത്തിയത്. പെട്രോൾ ടാങ്കിൽ ചോർച്ചയില്ലെന്നും എഞ്ചിൻ റേഡിയേറ്റർ ഭാഗത്തോ AC യൂണിറ്റിലോ തകരാർ കണ്ടിട്ടില്ല എന്നും അധികൃതർ അറിയിച്ചു. ഇപ്പോൾ സംഭവത്തിൽ സോനയുടെ ബന്ധുക്കൾ ചില സംശയങ്ങളുമായി രംഗത്ത് വരികയാണ്. ആദ്യം തന്നെ സോന എന്തുകൊണ്ട് പുറകിലെ സീറ്റിൽ കിടന്നു എന്ന കാര്യത്തിലാണ് ഇവർ ദുരൂഹത ആരോപിക്കുന്നത്. 2 പേർ മാത്രം യാത്ര ചെയ്യുന്ന കാറിൽ മുന്നിൽ സീറ്റുണ്ടായിട്ടും സോന പുറകിൽ സീറ്റ് ബെൽറ്റ് ഇട്ട് കിടന്നത് എന്തിനാണ് എന്ന സംശയമാണ് ഇപ്പോൾ ബന്ധുക്കൾ ആരോപിക്കുന്നത്. പിന്നെ കാറിന്റെ പുറകിൽ നിന്നുമാണ് തീ ആളിപ്പടർന്നിട്ടുള്ളത്. പ്രദേശവാസികൾ അറിയിച്ചത് പ്രകാരം നാട്ടുകാരെല്ലാവരും സംഭവം അറിയുന്നത് ഉഗ്ര ശബ്ദം കേട്ടതോടെയാണ്. ഈ പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടാണ് പരിസരവാസികൾ അവിടേക്ക് ഓടിയെത്തുന്നത്. ഈ സമയം കൈക്കും വസ്ത്രത്തിനും തീപിടിച്ച് രജിൻലാൽ തോട്ടിലേക്ക് എടുത്തു ചാടുന്നതാണ് ആളുകൾ കണ്ടത്. പിന്നീട് ആളുകളെല്ലാം ചേർന്ന് സമീപത്തെ തോട്ടിൽ നിന്നും വയലിൽ നിന്നും വെള്ളം കോരിയൊഴിച്ച് ഉടൻ തന്നെ തീ അണയ്ക്കുകയും ചെയ്തു. ഈ സമയത്താണ് രജിൻലാൽ ഉള്ളിൽ ഭാര്യയുണ്ട് എന്ന വിവരം പറയുന്നത്. ഇതും സംശയം വർദ്ധിപ്പിക്കുന്നതാണ്. നാട്ടുകാർ ഓടിയെത്തുന്ന സമയത്ത് ഉള്ളിൽ നിന്നും കരച്ചിലോ മറ്റ് നിലവിളികളോ ഒന്നും കേട്ടില്ലായിരുന്നുവെന്നും പറയുന്നു. ഈ കാര്യത്തിലും ബന്ധുക്കൾ ദുരൂഹത ആരോപിക്കുന്നുണ്ട്. കാറിന്റെ ഡോർ പൊളിച്ചു നോക്കുമ്പോൾ യുവതി സീറ്റ് ബെൽറ്റ് ഇട്ട് പുറകിലെ സീറ്റിൽ കിടക്കുന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. സംഭവത്തിൽ ഇപ്പോൾ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഇതുകൂടാതെ ഭർത്താവിന്റെ വീട്ടിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും സോനയുടെ ബന്ധുക്കൾ പറയുന്നു. പ്രണയവിവാഹമായിരുന്നു ഇവരുടേത്. ഇതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും നിലനിന്നിരുന്നതായും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. കൂടാതെ സോനയെ ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന സമയം രജിൻലാൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്ന ആരോപണവും ബന്ധുക്കൾ ഉന്നയിക്കുന്നു. കാറിൽ കത്താതെ ശേഷിച്ച തുണികൾ, ബാഗിന്റെ അവശിഷ്ടം, മൊബൈൽ ഫോൺ, കാറിലുണ്ടായിരുന്ന വെള്ളത്തിന്റെ സാമ്പിൾ തുടങ്ങിയവ പരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട്. കാർ കത്തി തുടങ്ങുന്ന സമയത്ത് വലിയ സ്ഫോടന ശബ്ദം കേട്ടതായി സമീപവാസികൾ പറയുന്നു. ഇതെങ്ങനെയുണ്ടായി എന്ന കാര്യത്തിലും വ്യക്തതയില്ല. രാത്രി 9 മണിയോടെ ഇവരുടെ വീടെത്തുന്നതിന്റെ തൊട്ടു മുൻപാണ് അപകടം സംഭവിക്കുന്നത്. പുറകിലെ സീറ്റിൽ കിടക്കുന്ന സോനയുടെ മുകളിലേക്ക് കാറിന്റെ മുൻഭാഗം അടർന്നു വീഴുകയായിരുന്നു. അതിനാലാണ് പുറത്തുനിന്നുള്ളവർക്ക് പെട്ടെന്ന് സോനയെ കാണാൻ കഴിയാതിരുന്നത്. കാറിന്റെ പിൻവാതിൽ ലോക്കായിരുന്നതിനാൽ ഏറെ നേരം പരിശ്രമിക്കേണ്ടി വന്നു. ചില്ല് പൊട്ടിച്ചാണ് ബെഡ്ഷീറ്റിൽ കിടത്തി പിന്നീട് സോനയെ പുറത്തെടുക്കുന്നത്. അപ്പോൾ ജീവൻ ഉണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നത്. രജിൻലാൽ 65% പൊള്ളലേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ പുറത്തുവന്നാൽ മാത്രമേ സംഭവത്തിൽ കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കൂ എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്.